നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായുള്ള കാത്തിരിപ്പിലാണ്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നതിനിടെ വിദേശ രാജ്യങ്ങളിൽ പോലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അതീവ പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങായി പരിഗണിക്കപ്പെടുകയാണ്. പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളായ സർക്കാർ ജീവനക്കാർക്ക് പ്രാർത്ഥിക്കാനായി ഇടവേള സമയം അനുവദിച്ച് മൗറീഷ്യസ് സർക്കാർ ഉത്തരവിറക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ മേരിലാൻഡിൽ 150 ടെസ്ല കാറുകളുടെ ലൈറ്റ് ഷോയും ന്യൂജേഴ്സിയിൽ 350 കാറുകൾ പങ്കെടുത്ത വമ്പൻ റാലിയും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അമേരിക്കയിലെ ഘടകം രാജ്യത്തുടനീളമുള്ള ഹൈന്ദവ വിശ്വാസികളുമായി സഹകരിച്ച് 10 സംസ്ഥാനങ്ങളിലായി 40-ലധികം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ടെക്സാസ്, ഇല്ലിനോയിസ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പരസ്യ ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗുജറാത്തിലെ സോമനാഥ് സാക്ഷ്യം വഹിച്ച സംഭവ വികാസങ്ങൾ അതിനു മുൻപ് അയോധ്യയിൽ സംഭവിക്കേണ്ടതായിരുന്നു. സോമനാഥിൽ മുഗൾ ആക്രമണകാരികളായിരുന്നവർ പല പ്രാവശ്യം ആക്രമിച്ചു തകർത്ത ക്ഷേത്രം ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വന്തം നാടായിരുന്നിട്ടും അയോധ്യയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ജവഹർലാൽ നെഹ്റുവിന് തോന്നിയില്ല. സോമനാഥ ക്ഷേത്രം പുനരുദ്ധീകരിക്കുന്നതിനെ നെഹ്റു കഴിയാവുന്നത്ര എതിർത്തിട്ടും പട്ടേൽ അതിനെ വകവച്ചില്ല. നെഹ്റുവിന്റെ വിലക്ക് തള്ളി രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിക്ഷിപ്ത താൽപര്യം മുൻനിർത്തിയാണ് അയോധ്യ പ്രശ്നം പരിഹരിക്കാതിരുന്നത്. ശേഷം ക്രമസമാധാനത്തിന്റെ പേരിൽ വകകൊള്ളിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. രാമജന്മഭൂമി പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നെഹ്റുവിന് അതിൽ താല്പര്യമില്ലായിരുന്നു. തൽസ്ഥിതി നിലനിർത്തി ഹിന്ദുക്കളോട് അനീതി കാണിക്കുകയാണ് കോൺഗ്രസും നെഹ്റുവും ചെയ്തത്. ബ്രിട്ടീഷുകാർ ക്രമസമാധാനത്തിന്റെ പേരാണ് പറഞ്ഞതെങ്കിൽ കോൺഗ്രസ് മതേതരത്വത്തിന്റെ മുഖം മൂടിയാണ് എടുത്തണിഞ്ഞത്. രാജ്യം സ്വതന്ത്രമായതോടെ തങ്ങൾ പവിത്രമായി കാണുന്ന രാമജന്മഭൂമി തിരിച്ചു ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഹിന്ദുക്കൾ വഞ്ചിതരായി. ക്ഷമ നശിച്ച അവർ വീണ്ടും പോരാട്ടത്തിന്റെ പാതയിൽ അണിനിരക്കുകയായിരുന്നു. അവരെ നയിക്കാൻ LK അദ്വാനി എന്ന ജനകീയ നേതാവ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം തിരികൊളുത്തിയ ദീപനാളമാണ് ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ അയോധ്യയെ പ്രകാശപൂരിതമാക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.